പിന്നും കുരുമുളകും ഉപയോഗിച്ച് മൂക്കടപ്പ് മാറ്റുന്ന ഒരു വീഡിയോ ഇപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് കറങ്ങി നടക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. പിന്നെ ഇതേപോലെ ഒരു കുരുമുളകിന്റെ മുകളിലേക്കായിട്ട് കുത്തി വെച്ചു കൊടുക്കുക. അതിനുശേഷം തീപ്പെട്ടി ഉരച്ചിട്ടോ അല്ലെങ്കിൽ മെഴുകുതിരി വെച്ചിട്ടോ അതോ അല്ലെങ്കിൽ ഗ്യാസിൽ വെച്ചിട്ടോ ഒന്ന് കത്തിച്ചെടുക്കുക. ശേഷം തീയൊക്കെ അണയ്ക്കുക. ഈ ഒരു പുക വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മൂക്കടപ്പൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു പുക ഒറ്റ പ്രാവശ്യം ഒന്ന് ശ്വസിച്ചാൽ മതി. മൂക്കടപ്പ് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. ഇതിൽ പറയുന്നത് ഒരു പിന്നിൽ കുരുമുളക് കുത്തിവെച്ചിട്ട് നമ്മൾ ഗ്യാസിലോ എന്തിലെങ്കിലും വെച്ച് ചൂടാക്കി അതിന്റെ പുക മൂക്കിലേക്ക് അടിക്കുക എന്നുള്ളതാണ്. കത്തിച്ച കുരുമുളകിന്റെ പുക മൂക്കിലേക്ക് അടിച്ചു കയറ്റുന്നത് മൂക്ക് തുറക്കില്ല എന്നുള്ളത് മാത്രമല്ല, ശക്തമായ മൂക്കൊലിപ്പിന് കാരണമാകും. മൂക്ക് അടഞ്ഞിരിക്കുന്ന സമയത്ത് പുക കയറുന്ന സമയത്ത് കുറെ ഇറിറ്റേഷനും മ്യൂക്കസ് മെംബ്രെയിനിന് ബുദ്ധിമുട്ടും ഉണ്ടായി കുറച്ച് മൂക്കൊലിച്ച് കഴിയുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും ഓക്കെ മൂക്ക് തുറന്നു എന്ന്. എന്നാൽ കുരുമുളക് കത്തിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫ്യൂംസ് നമ്മുടെ ശരീരത്തിന് വളരെയധികം അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കും. ഇത് മൂക്കിനകത്ത് മൂക്കൊലിപ്പ്, ശക്തമായിട്ടുള്ള തുമ്മല്, ചുമ, കണ്ണുകൾക്ക് നീറ്റല്, സൈനസിനകത്ത് ഇൻഫ്ലമേഷൻ, കൂടാതെ ചുമ, കഫക്കെട്ട് പോലുള്ള പ്രോബ്ലംസിലേക്ക് എത്തിക്കാറുണ്ട്. ആസ്മ രോഗികൾ ഇത്തരത്തിൽ ഈ കുരുമുളകിന്റെ പുക ശ്വസിച്ചു കഴിഞ്ഞാൽ ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ടാവും. വളരെ പെട്ടെന്ന് ശ്വാസകോശത്തിന് ഒരു കൺട്രാക്ഷൻ വരികയും ഒരുപക്ഷെ ശ്വാസം നിലച്ചു പോകുന്നതിന് വരെ കാരണമാകും. അതുകൊണ്ട് വൈറൽ വീഡിയോ ഒക്കെ കാണുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ കുരുമുളക് പുക മൂക്കിലേക്ക് ഇങ്ങനെ വലിച്ചു കയറ്റരുത്. ഈ ഒരു സത്യാവസ്ഥ ഒന്ന് ഷെയർ ചെയ്യുക.